ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ദ മെയിൻ റീസൺ വൈ ഐ ഡിഡൻറ്റ് പോസ്റ്റ് വ്ളോഗ്സ് ഫ്രീക്വൻ്റ്ലി ഇസ് ദാറ്റ് ഫസ്റ്റ് റീസൺ ഈസ് ലേസി, സെക്കൻഡ് റീസൺ ഈസ് ലേസി ആൻഡ് ദ തേർഡ് റീസൺ ഈസ് ലേസിനെസ്. സോ മടിയാണ് എല്ലാത്തിൻ്റെയും പ്രശ്നക്കാരൻ. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പുഷ് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്നൊരു സൺഡേ ആണ്. വെയിറ്റ് എ സെക്കൻഡ്, എനിക്ക് മൈക്ക് ഉണ്ടല്ലോ, മൈക്ക് ഇവിടെ പോയി. 1 സെക്കൻഡ്. ഓക്കെ, ഐ ഹോപ്പ് മൈക്ക് വർക്കാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നോ ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പം ലേസിനെസ് ആണ് എല്ലാത്തിൻ്റെ റീസൺ, പറഞ്ഞു വന്ന പോലെ തന്നെ. അപ്പം ഇന്നൊരു സൺഡേ ആണ്. സോ ഐ തോട്ട് കുറേ കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര ബിസി ആയിപ്പോയി. ബിസി ഇൻ ദ സെൻസ് പല പ്രോഗ്രാംസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്ന് ടൈം കിട്ടാതായിപ്പോയി. അപ്പോൾ ഇന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ഇന്ന് ചെയ്യും. ഇന്ന് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് തന്നെ വ്ളോഗിൽ കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ചെയ്യണം. അതാണ് വ്ളോഗ് എടുക്കാനുള്ള മെയിൻ റീസൺ. വ്ളോഗ് എടുക്കുവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമല്ലോ, പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുമല്ലോ. ഞാൻ അങ്ങനെ കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ വെറുതെ ഇരിക്കും. സോ വ്ളോഗ് എടുക്കാമെന്നൊരു മൈൻഡ് ഉള്ളത് കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യും. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്, രാവിലെ ഏറ്റവും എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരുന്നു. അപ്പോൾ കുറച്ച് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പം പുറത്തോട്ട് ഇറങ്ങുന്നതുകൊണ്ട് സോ സ്കിന്നിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. ആൻഡ് കുറേ ആക്നെ ആക്നെയൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സാൽസിലിക് ആസിഡ് ഞാൻ പണ്ട് യൂസ് ചെയ്യുമായിരുന്നു, അത് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു. ഇത് നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ സാൽസിലിക് ആസിഡാണ്. സോ നമുക്ക് സാൽസിലിക് ആസിഡ് അപ്ലൈ ചെയ്യാം. പുറത്തോട്ട് ഇറങ്ങേണ്ട ആവശ്യം വരുമായതുകൊണ്ട് ലെറ്റ്സ് അപ്ലൈ സൺസ്ക്രീൻ. ഇത് ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ ആണ്. ലെറ്റ്സ് അപ്ലൈ ദാറ്റ് ടു. എല്ലാവരെയും പോലെ 2 ഫിംഗർ റൂൾ നമുക്ക് ഫോളോ ചെയ്തേക്കാം. നമ്മൾ എന്തൊരു കാര്യം അപ്ലൈ ചെയ്യുവാണെങ്കിലും കുറച്ച് ടൈം എടുത്തിട്ട് നെക്സ്റ്റ് അപ്ലൈ ചെയ്യുള്ളൂ. ഇപ്പോൾ സിറം തൂത്ത് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്, ആ സിറം സ്കിന്നിലോട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫോർ മൈ ലിപ്സ് ഐ എം യൂസിങ് ദിസ് ബയോട്ടിക് ലിപ് ബാം. ദിസ് ഇസ് മൈ ഫേവറേറ്റ് ലിപ് ബാം ഇൻ ദ വേൾഡ്. ഇത് ഞാനൊരു മോർ ദാൻ 2 years ആയിട്ട് ഞാൻ റീപർച്ചേസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഹെയറിനും കൂടെ ടേക്ക് കെയർ ചെയ്യണം. എൻ്റെ ഹെയറിൽ കുറച്ചധികം ഡാൻഡ്രഫ് വന്നു. അതുകൊണ്ടാണ് എനിക്ക് ആക്നെയും വരുന്നത്. സോ ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത ഒരു ഹെയർ ഓയിലാണ് ഈ ക്ലിയർ എന്ന് പറഞ്ഞത്. ഇത് എല്ലായിടത്തും കിട്ടും, ഈ മെഡിക്കൽ ഷോപ്സിലൊക്കെ കിട്ടുന്നതാണ്. ഇത് എസ്പെഷ്യലി ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ വൈകിട്ടൊന്ന് വാഷ് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് ത്രൂ ഔട്ട് ദ ഡേ എൻ്റെ തലയിൽ ഇരിക്കുമല്ലോ. അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ എണ്ണയൊക്കെ തേച്ച് വന്നു. ഇനി നമുക്ക് ബാൽക്കണി ഏരിയ പോലെ അവിടെ കുറച്ച് ഒരു ഷെൽഫ് പോലെ ഒരെണ്ണമുണ്ട്. അവിടെ എനിക്ക് എന്തെങ്കിലും നടണമെന്നുണ്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, പക്ഷെ എനിക്ക് എന്തെങ്കിലും നടണം. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിൽ എനിക്ക് എന്തെങ്കിലും ഒരു ചെടിയോ എന്തെങ്കിലും നട്ടാൽ മതിയെന്നേ ഉള്ളൂ. അപ്പോഴാണ് ഇവിടെ ഞാനൊരു സാധനം ഇരിക്കുന്നത് കണ്ടത്. സാധനം പോയോ? ഇല്ല, ഞാൻ അവിടെ കൊണ്ട് വെച്ചായിരുന്നു. അപ്പം ഞാൻ ആ സാധനം നടാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്തെങ്കിലും നട്ടാൽ മതി. അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ച സാധനമാണ് തേയിമുളക്. ഈ മുളക് നടാനാണ് എൻ്റെ നെക്സ്റ്റ് പ്ലാൻ. അപ്പം നമുക്ക് മുളക് നടാം. ഓക്കെ, അപ്പം നമ്മൾ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞു. ഇനി രാവിലെ ഫുഡ് കഴിച്ചതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്, പാത്രം കഴുകി വെക്കാനുണ്ട്. അതൊക്കെ നമുക്ക് പെട്ടെന്ന് കഴുകി വെക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പെട്ടെന്ന് പാത്രം കഴുകി വെച്ചിട്ട് ഒരു 5 minutes എടുക്കത്തുള്ളൂ. അത് കഴുകി വെച്ചിട്ട് നമുക്ക് പ്ലാനിങ്സിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് പാത്രം കഴുകി വെക്കാം.
പാത്രം കഴുകി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കട്ട് ചെയ്ത് ഒരു ബൗളിലോട്ടാക്കിയിട്ട് റൂമിൽ കൊണ്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാം. സോ ഞാനിവിടെ സെറ്റിൽ ചെയ്ത് വന്നിരുന്നു. ഇവിടെ ടേബിളൊന്നുമില്ല റൂമിൽ, അതുകൊണ്ട് ഞാനൊരു സ്യൂട്ട് കേസിൻ്റെ മണ്ടയിലാണ് സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഇടയ്ക്ക് കുറച്ച് കോളൊക്കെ വന്നുകൊണ്ട് കുറേ അധികം നേരം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പിന്നെ റീഷൂട്ട് ചെയ്യുന്നത്. ഇതെന്താണെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. ഐ ഡോണ്ട് നോ, ഹോപ്പ്ഫുള്ളി ഞാൻ ചെറിയൊരു ബിസിനസ് പ്ലാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ട്രയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നത്. ഒരു ജ്വല്ലറി ഐറ്റം കൈൻഡ് ഓഫ് തിങ് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. ആണ് എൻ്റെ പ്ലാൻ. സോ അത് ഇപ്പോൾ കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് അതിലോട്ട് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഫറൻസൊക്കെ എടുത്ത് കുറച്ച് ട്രയലൊന്ന് ചെയ്ത് നോക്കാം. ഇഫ് ഇറ്റ് വർക്ക്സ് ഔട്ട് ദെൻ ലെറ്റ്സ് സീ. സോ ഗൈസ്, അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വ്ളോഗ്. ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, കാരണം ഞാൻ കുറേ ഒന്നും ശ്രദ്ധിക്കാതെയാണ് വീഡിയോ ഒക്കെ എടുത്തത്. എനിക്കറിയത്തില്ല, കുറേ നാളായിട്ട് വ്ളോഗ് എടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ നെക്സ്റ്റ് വീഡിയോ തൊട്ട് ഞാൻ ആക്റ്റീവായിട്ട് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.